ഹലോ, വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് തന്നെ ഒറ്റ ഉപയോഗത്തിൽ തന്നെ മുഖത്തെ നല്ലൊരു നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന ഒരു ഡെയിലി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇത്. കുറഞ്ഞ ചേരുവകൾ മാത്രമേ വേണ്ടൂ, എന്നാലും നല്ല റിസൾട്ടുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ മാവാണ്, ആട്ടപ്പൊടിയല്ല ഇല്ല. അത് 2 ഗോതമ്പ് പൊടിയോ ആട്ടമാവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക. അതൊരു ടീസ്പൂണോളം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരിനേക്കാളും നല്ലത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കേട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് തന്നെ എടുക്കുക. ഞാൻ ചെറുനാരങ്ങ നീര് എടുക്കരുതെന്ന് പറഞ്ഞത് ഇത് കണ്ടാൽ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ വന്ന് ചോദിക്കും ലെമൺ ജ്യൂസ് മതിയോ എന്നുള്ളത്. ഓറഞ്ച് ജ്യൂസ്, അതായത് വൈറ്റമിൻ സി ആണ് ഇത് വേണ്ടത്, സിട്രസ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക, അല്ലാന്നാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വീട്ടിലുള്ള ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക. ഒരിക്കലും കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഇടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് എല്ലാം ഉണ്ടാവും, അതൊന്നും നമ്മുടെ സ്കിന്നിന് സൂട്ടാവില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതോ, അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം ഇതാ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി. ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓറഞ്ച് വാങ്ങുക, ഓറഞ്ച് ജ്യൂസ് എടുക്കുക, ചെറുനാരങ്ങ നീര് എടുക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇതൊരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുത്തതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തയ്യാറാക്കിയിട്ട് ഒന്നൊന്ന് തണുപ്പിക്കുക. ഫ്രിഡ്ജുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മതി കേട്ടോ. ഫ്രിഡ്ജുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഫേസ് പാക്ക് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ മുഖം ഒന്ന് കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം നിങ്ങളുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മസാജ് ചെയ്തിട്ട് വേണം ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. വെറുതെ ഇത് വാരി തേച്ച് ചെയ്യാണ്ട് നിൽക്കുക. നല്ല രീതിയിൽ തന്നെ നല്ലൊരു മസാജ് കൊടുത്തിട്ട് നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. 25 മിനിറ്റിന് ശേഷമാണ് നിങ്ങളിത് കഴുകി കളയേണ്ടത്. കഴുകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് തണുത്ത വെള്ളത്തിൽ നിങ്ങളിത് കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കഴുകുന്ന സമയത്തും ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നിങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങളെ മുഖത്ത് കിട്ടുന്നൊരു മാറ്റം എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾ ചിലപ്പോൾ അലർജി ഉള്ളവരെല്ലാം ഉണ്ടാവും. അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവരെല്ലാം ആണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ മഞ്ഞൾ സ്കിപ്പ് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ മഞ്ഞളെല്ലാം അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൈകളിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ഇടങ്ങാറാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കഴുകി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. പക്ഷേ ആ ഒരു ഗ്ലോ ഒരു 24 അവേഴ്സ് മാത്രമേ നിലനിൽക്കൂ. അത് നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യാം. ഇനി ഡെയിലി ചെയ്യുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും വെച്ച് ചെയ്യാനാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ വന്നൊന്ന് അറിയിക്കുക കേട്ടോ. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ ഒരു ഗ്ലോ 24 അവർ മാത്രമേ ഉണ്ടാവും കേട്ടോ. അത് പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നതല്ല. അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.